കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റ് അവതരണ വേളയിൽ നാടകീയ രംഗങ്ങൾ. ബജറ്റ് അവതരിപ്പിക്കാൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എഴുന്നേറ്റ് ഡയസിന് മുൻപിൽ എത്തിയപ്പോൾ ബിജെപി പള്ളിക്കുന്ന് വാർഡ് കൗൺസിലർ MK ഷിജു പ്രതിഷേധവുമായി രംഗത്തെത്തി. അഴിമതി ആരോപണ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് ആദ്യം മേയറുടെ ചേംബറിന് മുന്നിലും പിന്നീട് ബജറ്റ് അവതരിപ്പിക്കുന്ന ഡെപ്യൂട്ടി മേയർക്ക് മുൻപിലും ഷിജു നിന്നു. ഇതോടെ ഭരണപക്ഷ ബെഞ്ചിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഇതിനെതിരെ ഭരണകക്ഷി അംഗങ്ങൾ പ്രതിഷേധിച്ച് എഴുന്നേറ്റതോടെ രംഗം വഷളാവുകയായിരുന്നു. അത് ശരിയല്ല. മുൻ മേയർ ടി.ഒ. മോഹനൻ ഉൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ചാടി എഴുന്നേറ്റ് ഷിജുവിൻ്റെ കയ്യിൽ നിന്നും കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡ് പിടിച്ച് വാങ്ങിക്കൊണ്ടുപോയി. മുൻ മേയർ ടി.ഒ. മോഹനാണ് പ്ലക്കാർഡ് ബലപ്രയോഗത്തിലൂടെ കരസ്ഥമാക്കിയത്. ഇതോടെ ഷിജുവും മോഹനും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇത് മറ്റുള്ളവർ ഏറ്റെടുത്തതോടെ മറ്റ് ഭരണകക്ഷി അംഗങ്ങളും ഷിജുവും തമ്മിൽ പിടിവലിയും ഉന്തും തള്ളും നടന്നു. ഏറെ നേരത്തെ ബഹളത്തിന് ശേഷമാണ് സ്ഥിതി ശാന്തമായത്. ഇതിനിടെ കോർപ്പറേഷന് പുറത്തും അഴിമതി ആരോപണ പ്രതിഷേധവുമായി BJP നിലയുറപ്പിച്ചിരുന്നു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ്കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കൗൺസിൽ ഹാളിലേക്ക് കടന്നുകയറാൻ നടത്തിയ ശ്രമം പോലീസും ജീവനക്കാരും തടഞ്ഞു. തുടർന്ന് KK വിനോദ്കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടന്നു. അഴിമതി ഭരണത്തിന് നേതൃത്വം നൽകുന്ന മേയർ മുസ്ലിം മഠത്തിൽ രാജിവെക്കണമെന്ന് KK വിനോദ്കുമാർ ആവശ്യപ്പെട്ടു. അഴിമതി കൂമ്പാരമായ ഭരണമാണ് UDFന്റേത്. ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ സംസ്കരണ പദ്ധതിയിലെ ക്രമക്കേടിനെക്കുറിച്ച് CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, പയ്യാമ്പലത്തെ പുലിമുട്ട്, ഷീലോഡ്ജ് എന്നിവയൊക്കെ 2024 ബഡ്ജറ്റിലെ വാഗ്ദാനങ്ങളായിരുന്നുവെങ്കിലും നാടിന് സമർപ്പിക്കാൻ കഴിയാത്ത കഴിവുകെട്ട ഭരണസമിതിയാണ് ഭരിക്കുന്നതെന്നും വിനോദ്കുമാർ പറഞ്ഞു. അഖിലേന്ത്യാ ജില്ലാ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അസ്ലം പ്രതിഷേധ സമരത്തിന് നേതാക്കളായ UT ജയന്തൻ, അരുൺ കൈതപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.